അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വീട്ടിലും ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഒരുപക്ഷെ അവിടുത്തെ മക്കളുടെ ഉമ്മ അല്ലെങ്കിൽ ഭാര്യയായിരിക്കും. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വാപ്പ അല്ലെങ്കിൽ മക്കളുടെ ഉപ്പയായിട്ടുള്ള ഈ ആളുടെ ഭർത്താവായിട്ടുള്ള ആ ഗൃഹനാഥനോട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുമ്പം ഭാര്യ എന്ന് പറയുന്നത് ഏറെക്കുറെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഉള്ളവരാണ്. എങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറം പരമാവധി സഹിച്ചും കൊണ്ടും കേട്ടും മക്കളെയും നോക്കിയൊക്കെ വളർത്തുന്നവരാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിൽ അവർ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഒരു കണക്കിലും എടുക്കാതെ എന്താണ് നമ്മുടെ ആവശ്യം അതങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക എന്ന ഒരൊറ്റ ഒരു ബുദ്ധിയിൽ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അതേ സമയത്ത് മക്കളെ നോക്കുന്ന എല്ലാ അർത്ഥത്തിലും ഭർത്താവിനെ നോക്കുന്ന ഇതേ ഭാര്യ നല്ല രീതിക്ക് ആ വിഷയങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനോടെങ്കിൽ ഒരു ശ്രമം നടത്താൻ പറ്റുന്ന രൂപത്തിലെങ്കിലും ഒരാണെന്ന നിലയ്ക്ക് വളരെ കണ്ണിങ്ങായിട്ട് ശ്രമിച്ചു നോക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തിണങ്ങുമ്പോൾ മാത്രം സംസാരിക്കുക എന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഹാപ്പിയാണെങ്കിലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒത്തിണങ്ങി നിൽക്കാനൊന്നും അല്ലെങ്കിൽ ഒത്തിണങ്ങി കിട്ടാനൊന്നും കാത്തിരിക്കുന്നത് പലപ്പോഴും കാണാറില്ല. അതുതന്നെയാണ് നമ്മുടെ കുടുംബ പ്രശ്നത്തിൻ്റെ ഹേതു എന്നുള്ളത് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വീട്ടിലും ഉണ്ടാകും. എത്ര അതിസമ്പന്നന്മാരാണെങ്കിലും അല്ലെങ്കിൽ സമ്പന്നതയിൽ ആവറേജ് നിലവാരത്തിലുള്ളവരാണെങ്കിലും അവർക്കിടയിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും സാഹചര്യങ്ങൾ നോക്കാതെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഭാര്യയ്ക്ക് ഒരു മൊട്ടുസൂചിയുടെ വിഷയമായിരിക്കും, എയർപിന്നിൻ്റെ വിഷയമായിരിക്കും. എന്നാൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്ന വാപ്പയുടെ പ്രശ്നങ്ങൾ ചോദിക്കാനോ പറയാനോ ഒരു ഭാര്യയ്ക്കും നേരെയില്ല. അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കെട്ടഴിച്ച് വിടുമ്പോൾ ഭർത്താവായിട്ടുള്ള ഈ മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് വരുന്നത്. എന്നാൽ വീട്ടിൽ വന്ന ഒരു സ്വസ്ഥത ഉണ്ടാവും എന്ന് കരുതിയിട്ടായിരിക്കും വരുന്നത്. ആ സമയത്താണ് ഇവിടെയുള്ളൊരു ബാണ്ടക്കെട്ട് അയച്ചു വിടുന്നത്. അതെല്ലാം കേട്ട് വളരെ വലിയ വിഷമത്തിലിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ളൊരു കുറ്റപ്പെടുത്തലുകളും ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർക്കാനും തുടങ്ങാനും ഏക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അവിടെയുള്ള ഉമ്മമാർക്കാണ്, അഥവാ ഭാര്യയ്ക്കാണ്, അഥവാ മക്കളുടെ ഉമ്മക്കാണ്. ആ ഉമ്മ ഒന്ന് കാലാവസ്ഥയെ നോക്കിയിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അഥവാ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താനും ഭർത്താവിനും സാധിക്കും, ചേർന്ന് നിൽക്കുന്ന ഭാര്യയ്ക്കും സാധിക്കും. മക്കളുടെ പ്രശ്നം ഒരു ഭാഗത്ത്, ഭാര്യയുടെ പ്രശ്നം ഒരു ഭാഗത്ത്, നാട്ടുകാരുടെ പ്രശ്നം വേറൊരു ഭാഗത്ത്, സ്വന്തം ജീവിതത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഇതിൻ്റെ പ്രതിസന്ധികൾ മറ്റൊരു ഭാഗത്ത്, നാലാ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ മനസ്സിൽ കാണണം. കാരണം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗവും മക്കളുടെയും കാര്യം നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി നമ്മുടെ ഭർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. ഉമ്മമാരുടെ കിട അല്ല, ആണുങ്ങളെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർ മറ്റുള്ള മേഖലകളിൽ പോലും ജോലി ചെയ്യണം. അവിടെ എല്ലാ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ക്ഷമയോടെ കേൾക്കണം, അത് തരണം ചെയ്യണം. എല്ലാം കഴിഞ്ഞ് വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ അവിടെയുള്ള ബാണ്ടക്കെട്ടുകൾ, കുറ്റാരോപിതനാക്കുന്ന രീതികൾ ഉമ്മമാരൊന്ന് ഒഴിവാക്കണം. ഭാര്യമാരൊന്ന് ഒഴിവാക്കിയാൽ പെട്ടെന്ന് തന്നെ കുടുംബത്തിൽ വലിയ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. മക്കൾക്ക് വലിയ സന്തോഷങ്ങൾ, വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ റാഹത്ത്, ഐശ്വര്യം ഒക്കെ കാണും. പക്ഷേ ആ വിളക്ക്, ആ വീട്ടിൻ്റെ ഒരു വിളക്കായിട്ടുള്ള ഭാര്യ അത് വല്ലാത്തൊരു സൗരഭ്യമായി മാറുമ്പോൾ മാത്രമേ നല്ലൊരു അന്തരീക്ഷം ഓരോ കുടുംബകത്തും ഉണ്ടാവുകയുള്ളൂ എന്നതിൽ യാതൊരു തർക്കവുമില്ല. കുടുംബ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത് ഭാര്യ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഭാര്യ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പോലും ഒരുപാട് ഡിമാൻഡ്സുകൾ, ഭാര്യമാരുടെ കുറ്റങ്ങൾ പറയല്ല, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് മുന്നേറുമ്പോൾ മാത്രം പൂത്തുലയുന്ന ഒരു കുടുംബകമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് എവിടെയെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. കുട്ടികളെ ബാധിക്കും, ഭാര്യനെ ബാധിക്കും, ഉമ്മയെ ബാധിക്കും. എല്ലാവർക്കും ആ ഒരു ബാധ ഏൽക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും കൂടുതൽ വരുന്ന ഭർത്താവിനെ മനസ്സാവാച ആ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ നമ്മൾ നിൽക്കണം. എന്നാൽ ഭർത്താവ് അങ്ങോട്ടും നല്ല രീതിക്ക് നിന്നു കൊടുക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങേയറ്റം പണിയെടുത്ത് ഊരെ മുറിയെ അലക്കുകയും എല്ലാ കാര്യവും ചെയ്ത് മുറ്റടിക്കൊക്കെ ചെയ്തിട്ട് വന്ന് കിടക്കുന്ന ആ സമയത്തായിരിക്കും ഫോണിൽ നോക്കുന്നുണ്ടാകുക. ഭർത്താവ് വരുമ്പോൾ ഇതൊക്കെ കാണും. എന്താ പറയുക, നമ്മൾ ഇത്ര നേരം ഫോണിൽ നോക്കലായിരുന്നു അല്ലേ പണി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഭർത്താവും മനസ്സിലാക്കണം. ഇവർക്ക് ഇവരുടേതായ ലോകത്ത് ഒരുപാട് പണികളുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ ചട്ടിയെടുത്ത് അപ്പുറത്ത് വെക്കുന്നു, അപ്പുറത്തെ ചെമ്പെടുത്ത് ഇപ്പുറത്തും വെക്കുന്നു, അതോടുകൂടി അവരെ പണി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ ആ പണിയൊന്ന് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ടൊന്ന് കൊണ്ടുപിടിച്ചറിയാം ഇത് വല്ലാത്തൊരു
പൊല്ലാപ്പാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭർത്താവിന് അതിലേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മക്കൾക്ക് വലിയൊരു ഭാവി നമുക്ക് നിർണ്ണയിച്ച് നൽകാൻ കഴിയുള്ളൂ. വാപ്പയും ഉമ്മയും അടിയുള്ള ഒരു വീട്ടിലും മക്കൾ നന്നാവുന്നില്ല. കാരണം അവർക്ക് പ്രശ്നങ്ങൾ എപ്പോഴും മാനസികമായിട്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. വാപ്പ എപ്പോൾ നന്നാവുക, ഉമ്മ എപ്പോൾ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു ഒരു വല്ലാത്തൊരു ആശങ്കപ്പെടുത്തലുകൾ അവരുടെ പഠനത്തിലും അവരുടെ ഭാവി ജീവിതത്തിൽ സ്വപ്നം കാണലിലൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ഭർത്താവിനെ തിരിച്ചറിയുന്ന ഭാര്യയും ഭാര്യയെ തിരിച്ചറിയുന്ന ഭർത്താവും ഒരുമിച്ച് കൂടുന്ന ഒരു വീട്ടിലായിരിക്കും. അവിടെ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരിക്കും. ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് റാഹത്തായിട്ട് അവർ മുന്നോട്ട് ജീവിതം നയിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുള്ള ഏതെങ്കിലും കുടുംബം ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം ഒന്നുകൂടി വിശാലതപ്പെടുത്തുക. എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ സാഹചര്യത്തിലും ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം വിശ്വാസത്തിലോടുകൂടെ മുന്നോട്ട് പോവുക. എല്ലാ കുടുംബവും സ്വർഗമായി നമുക്കതിനെ കാണാൻ പറ്റും. എല്ലാവർക്കും നല്ല കുടുംബാന്തരീക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.